നല്ല പ്രതീക്ഷയില്ല. ആദ്യം എല്ലാവരും വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ലേ. നമ്മൾ എത്ര പ്രതീക്ഷിക്കുന്ന ഒരു ഭൂരിപക്ഷം? കഴിഞ്ഞ തവണ നിലമ്പൂർ മണ്ഡലത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ കുറവ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. മലപ്പുറത്ത് മാറ്റാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. 5 ലക്ഷം എന്നൊരു വലിയൊരു സ്വപ്ന ഭൂരിപക്ഷമാണ് UDF ആദ്യം മുതൽ പറയുന്നത്. അപ്പോൾ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ ഈ ആളുകളെ വരിയൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? 3 ലക്ഷം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ. അത് കുറച്ച് കൂട്ടുക എന്നുള്ള വലിയ ടാസ്കൊന്നും അല്ല. പിന്നെ പ്രിയങ്കാജി ആദ്യമായി ജീവിതത്തിൽ മത്സരിക്കുക എത്രയോ വർഷങ്ങളായിട്ട് എല്ലാവരും നിർബന്ധിക്കുന്ന സംഗതിയാണ്. അവർ സമയമായിട്ടില്ല, അതിന് ഒരുങ്ങിയിട്ടില്ല എന്നുള്ളത്. ഒരുങ്ങി വന്നു, കാണാമല്ലോ നമുക്ക് അവരുടെ വർക്കൊക്കെ കണ്ടപ്പോൾ മനസ്സിലായില്ല. വെറുതെ വരാൻ വേണ്ടി വന്നതല്ല, വളരെ ആലോചിച്ച് തീരുമാനിച്ച് മനസ്സൊക്കെ ശരിയാക്കി വന്നാണെന്ന്. കുറച്ചുകൂടി നമുക്കൊരു കൂടുതൽ വൈബ്രൻ്റായിട്ട് പ്രിയങ്കനെ തോന്നുന്നുണ്ട്. രാവിലെ കുറേ സമയം പിടിച്ചു ഒരു ഈ രൂപത്തിലെത്താൻ. പ്രിയങ്കയ്ക്ക് പെട്ടെന്ന് സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രിയങ്കയുടെ വരവ് അങ്ങനെ വെറും ഒരു വരവല്ല എന്നുള്ളതാണ്. അവർ ഒരുങ്ങി വന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വൈബ്രൻസി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അവരുടെ എല്ലാ പ്രചാരണ രംഗത്തും എന്നുള്ളതാണ് PV അബ്ദുൽ വഹാബ് പറയുന്നത്. മുതലേ ഉണ്ടല്ലോ ഭൂരിപക്ഷം, അതല്പം കൂട്ടുന്നതൊന്നും വലിയ കാര്യമല്ല. അഥവാ നിലമ്പൂർ കഴിഞ്ഞ തവണ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത്തവണ അത് കൂട്ടാനുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും വലിയ ആവേശത്തോടെയുള്ള പോരാട്ടം തുടരുകയാണ്. ചേലക്കരയിലും വയനാട്ടിലും നീണ്ട നിര നമുക്ക് പോളിംഗ് ബൂത്തിൽ കാണുകയും ചെയ്യാം.